ഒരു കോടി. Are you ready? Powered by Josco Jewelers. ഒരു മരത്തിന്റെ സാഫല്യം ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുക എന്നതാണ്. അതുപോലെ ശ്രേഷ്ഠമായ ജീവിതം മത്സരാർത്ഥികൾക്ക് നൽകുന്ന സവിശേഷ ഗെയിം ഷോ ആണ് ഇത്. വിവൽക്കായൊരു കോടി. Are you ready? ഓക്കെ, നമ്മളോടൊപ്പം മത്സരിച്ചുകൊണ്ടിരുന്നത് ഉഷ ആൻഡ് സ്നിത. അവരുടെ കയ്യിൽ ഇപ്പോൾ 2 ലക്ഷം രൂപയാണുള്ളത്. 6ാം ചോദ്യമാണ് അവരിന്ന് നോക്കാൻ പോകുന്നത്. Shall we welcome them? ഉഷ ആൻഡ് സ്നിത. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് സ്നിത. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അതെ. 6ാമത്തെ ചോദ്യമല്ലേ അടുത്തത്? അതെ. ഓക്കെ, ഗെയിം പൊസിഷൻ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉഷയ്ക്കും സ്നിതയ്ക്കും ഇനി ഫേസ് ചെയ്യാൻ 2 ചോദ്യങ്ങൾ മാത്രം ബാക്കി. 2 ലക്ഷം രൂപയാണ് കയ്യിലുള്ളത്. 6ാമത്തെ ചോദ്യമാണ് അടുത്തത്. സൂക്ഷിച്ച് നേരിടുക. ഇത് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതെ. ആരംഭിക്കാം. ഓക്കെ, let us start and let us play. വിവൽക്കായൊരു കോടി. Are you ready? ഇന്നത്തെ കാറ്റഗറീസ് എന്താണെന്ന് അറിയണ്ടേ? വേണം. 6ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ഇതാണ്. വസ്തുക്കൾ, ക്ഷേത്രം. ക്ഷേത്രം ആണ് ചോസൻ കാറ്റഗറി. ക്ഷേത്രം. ആൻസർ ഓപ്ഷൻസ്: തൃശൂർ, കോട്ടയം, ഇടുക്കി. ചോദ്യം എന്താ നോക്കാം. മമ്മിയൂർ ശിവക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻസ്: തൃശൂർ, കോട്ടയം, ഇടുക്കി. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. 2 ലക്ഷം മാത്രമേ ഉള്ളൂ. ടൈമർ ഹാസ് begun. 50 seconds. Sure ആണോ? Stop your clock. Okay, stop the clock please. തൃശ്ശൂരിൽ 2 ലക്ഷം. കോട്ടയം ഒന്നുമില്ല. ഇടുക്കിയിലും വെക്കാനും ഒന്നുമില്ലല്ലോ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അവസാനത്തെ അവസരമായിരുന്നു ഇത്. പക്ഷെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തോന്നുന്നോ? പോയിട്ടുണ്ടോ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ? ഉവ്വ്. എവിടെയാ? ഗുരുവായൂര്. പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടോ അവിടെ? ഗുരുവായൂര് പോകാറുണ്ട്. മമ്മിയൂര് വല്ലപ്പോഴും പോകാറുണ്ട്. എന്നാ പിന്നെ സ്വന്തം നാട്ടിലെ കാര്യം ചോദിച്ചിട്ടല്ലേ എന്തിനാ വൈകുന്നത്? പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. അപ്പൊ ഉറപ്പാണ് ഈ 2 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നത് അല്ലേ? ഇനി നോക്കിയാലേ പറ്റൂ. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? നേരത്തെ ഇങ്ങനെ കൈ തരണമെന്ന് കാണിച്ചിരുന്നു അല്ലേ? പക്ഷെ ആരും കൈ കാണിച്ചില്ല ആ സമയത്ത്. എന്നാ ഇതാ പിടിച്ചോളൂ. ഇതാ. ഓക്കെ, ഗുഡ്. വേ ടു ഗോ. 2 ലക്ഷം രൂപ വെരി സേഫ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പോകുമ്പം നിങ്ങൾ 2 ലക്ഷം രൂപ ഇവിടെ വെച്ചോണ്ടല്ലേ പോയത്? എന്താണ് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞത്? അത് കളയാതെ നോക്കാൻ പറഞ്ഞു. അതാ പറഞ്ഞല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു. മമത എത്ര ചോദിച്ചിട്ടും ഞങ്ങൾ ഉത്തരൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് നെർവസ് ആയിട്ട് നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞോ? അതൊക്കെ പറഞ്ഞു. അറിയാവുന്നത് തന്നെ മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ നമ്മൾ TV-യിൽ കാണുമ്പോൾ പറയും അയ്യോ അത് തെറ്റിച്ചല്ലോ എന്നൊക്കെ പറയാറുണ്ട്, അറിയുന്ന എന്തൊക്കെ വരുമ്പോൾ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വേറെ ആൾക്കാർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ മനസ്സിലായതല്ലേ? ഇവിടെ വന്ന് മത്സരിക്കാൻ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ആവശ്യമില്ല. വെറും ആത്മവിശ്വാസം മാത്രം മതി. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ അത് ഹോൾഡ് ചെയ്ത് നിന്നോളൂ. പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്: A. ബേക്കൽ, B. ബേപ്പൂർ, C. വിഴിഞ്ഞം ആൻഡ് D.
പൊന്നാനി. ചോദ്യത്തിന് പ്ലീസ് കീപ് വെയിറ്റിംഗ്. അവസാനത്തെ ഗെയിം പൊസിഷൻ 2 ലക്ഷം രൂപയുമായി അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വന്താക്കണ്ടേ 2 ലക്ഷം? യെസ്, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, അറിയാമല്ലോ. അറിയാം. ഒരു ആൻസർ ഓപ്ഷൻ കൂടെ ഞങ്ങൾ കട്ട് ചെയ്യുന്നു. ഇനി മത്സരത്തിൽ വെറും 2 ആൻസർ ഓപ്ഷൻ മാത്രം. അതുകൊണ്ട് തന്നെ ഈ തുക ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. Categories for the 7th question are അവാർഡുകൾ, മുദ്രാവാക്യം. അവാർഡുകൾ തന്നെ എടുക്കാം. അവാർഡുകളാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ ശരി, തെറ്റ്. ചോദ്യം: തിലകൻ 1988 മികച്ച നടൻ എന്ന വിഭാഗത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. ഈ കാര്യം ശരിയാണോ തെറ്റാണോ? സമയം ആരംഭിച്ചിരിക്കുന്നു. ആലോചിച്ച് തീരുമാനിക്കൂ. $50 seconds remaining. ശരിയില്ല. 30 seconds remaining. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. തിലകൻ ശരിയിൽ ഒന്നുമില്ല, തെറ്റിൽ 2 ലക്ഷം. തിലകൻ 1988 മികച്ച നടൻ എന്ന വിഭാഗത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ടോ? അറിയില്ല. അറിയില്ല. ഓക്കെ. ഓപ്ഷൻ ശരിയാണെങ്കിൽ സൂര്യ TV നൽകുന്ന 1 ലക്ഷം രൂപ ഞാൻ ആ ആൻസർ ഓപ്ഷന്റെ മുകളിൽ വെക്കാൻ പോകുന്നു. പക്ഷെ തെറ്റ് എന്ന ആൻസർ ഓപ്ഷൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെയും ഡബിൾ ആണ്, which is your 2 lakhs. നോക്കാം. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? Our prize money is sponsored by Dhatri, Snita and Usha. You're welcome. തിലകൻ ചേട്ടന് 1988 നടനുള്ളയല്ല, പക്ഷേ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ സഹനടനുള്ള ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത്. ഋതുഭേദം എന്ന സിനിമയിലാണ്. ശരിക്ക് ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സീനിയർ ആക്ടറാണ് തിലകൻ ചേട്ടൻ. അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് ആക്ടറിന് തന്നെയുള്ള ഒരു ദേശീയ പുരസ്കാരം കിട്ടേണ്ട ഒരു ആളാണ്. ബട്ട് നോട്ട് യെറ്റ്. 2 പ്രാവശ്യം സംസ്ഥാനത്തിൽ മികച്ച നടൻ ആയിട്ടുണ്ട്. പെരുന്തച്ചൻ ആൻഡ് ഗമനം എന്ന സിനിമകൾക്ക് വേണ്ടി. ഓക്കെ, സോ ഈ 2 ലക്ഷം രൂപ മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും ഗിഫ്റ്റുകളുണ്ട്. വിവൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. ഉഷയ്ക്കും സ്നിതയ്ക്കും. എന്റെ മോൾക്ക്. യെസ്, മോൾക്കാണോ? മോളെപ്പോഴും പറയും അതിനുള്ളിൽ എന്താണ് എന്ന്. ആ ഒരു സസ്പെൻസ് ഇനി ബ്രേക്ക് ആവും അല്ലേ? ഓക്കെ. ആൻഡ് ജോസ്കോ ജുവല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് വൗച്ചർ 10,000 രൂപയുടെ. ആൻഡ് ഫ്രാൻസിസ് ആലൂക്കാസ് നൽകുന്ന
10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചറാണിത്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് ഉഷ ആൻഡ് സ്നിത്ത. ഉഷയ്ക്ക് ഞാൻ നേരത്തെ ഒരു ഹഗ് തന്നിരുന്നു, പക്ഷേ സ്നിത്ത ഒരു നേഴ്സാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഹഗ് നിങ്ങൾ കാണുന്ന എല്ലാ പേഷ്യൻസിനും വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യണം. മൈ ലവ്, ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ ഹഗ്. സോ ദേർ യു ഗോ. ഞാൻ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഒരു നന്ദി പറയുന്നു, ബിക്കോസ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് സർവീസ്. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. ഓക്കെ, സോ ഉഷ ആൻഡ് സ്നിത, താങ്ക് യു ഫോർ പ്ലേയിങ് വെൽ. നന്നായി മത്സരിച്ചു. സന്തോഷമായി ഇനി 2 lakhs എടുത്തിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പോവാണ്. സോ ബിഫോർ വി വെൽക്കം our നെക്സ്റ്റ് contestants, ഒരു ചെറിയ ഇടവേള ഓൺ വിവൽ കയ്യിൽ ഒരു കോടി. Are you ready? Welcome back to Vival Kail Oru Kodi. Are you ready? Powered by Josco Jewelers. അങ്ങനെ ഉഷയും സ്നിതയും 2 ലക്ഷവും ഇവിടുന്ന് കൊണ്ടുപോയി. ഇനി ഈ 1 കോടി രൂപ അടുത്തത് സ്വന്തമാക്കാൻ വരുന്നത് ആരാണ് നമുക്ക് നോക്കാം. മനോഹരൻ ആൻഡ് ഉഷ ഫ്രം പെരിന്തൽമണ്ണ. സ്വാഗതം ചെയ്യാം അവരെ. നമസ്കാരം ഉഷ. നമസ്കാരം മിസ്റ്റർ മനോഹരൻ. എന്തുണ്ട് വിശേഷം? എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? 2 രണ്ടാൾക്കാരുണ്ട്. എന്ത് ചെയ്യുന്നവർ രണ്ടുപേരും? വലിയ കുട്ടികളാണോ? മോള് വലിയ മോളാ. മോള് വലിയ മോളാ. പിന്നെ മാരേജ് കഴിഞ്ഞു മോളുടെ. ഓ, മാരേജ് കഴിഞ്ഞു. മോൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. എന്ത് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും? ആന്റി? ഞാൻ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ. ഓക്കെ. ആൻഡ് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറാണ്. കുറെ വർഷമായോ? 36 വർഷമായി. എന്തൊക്കെയാണ് നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് മാരേജ്, പിന്നെ പൊതു ഫംഗ്ഷൻ, പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും, പിന്നെ പത്രത്തിന് വേണ്ടിയിട്ടും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രകൃതി ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമാണ്? പ്രകൃതി ഇഷ്ടമാണ്, പക്ഷെ അതിൽ കൂടുതൽ സാധ്യത കിട്ടിയിട്ടില്ല. ഇല്ല. ഓക്കെ. എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ചിലത് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പതിവായി നമ്മുടെ ഷോ കാണാറുണ്ട്. SMS അയച്ചത് നിങ്ങളാണല്ലേ? അയച്ചത് പിന്നെ വൈഫ് പറഞ്ഞിട്ടാണ്. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഓ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പ്രോഗ്രാമും കാണും. പാട്ടും കേട്ടിട്ടുണ്ട്. നല്ല പാട്ടാ കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോ റെഡ് FM-ലേക്കാണ് നിങ്ങൾ SMS അയച്ചിരുന്നത്. സെലക്ഷൻ കിട്ടിയപ്പോ എന്ന് തോന്നി? നല്ല സന്തോഷം തോന്നി. കാരണം ഇതിങ്ങനെ കാണും, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നുള്ളത് അറിയില്ലല്ലോ. ഇല്ല, അറിയില്ല. ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇല്ല, അതുകൊണ്ട് സന്തോഷം തോന്നിയോ കോൾ വന്നപ്പോഴ്? 1 കോടിയുടെ സ്വപ്നം എന്താണ്? ദൈവം സഹായിച്ച് കിട്ടിയ കുറെ ബാധ്യതകളൊക്കെ ഉണ്ട് മേഡം, അത് തീർക്കണം എന്നൊരു ആഗ്രഹം. ചെറിയൊരു വീട് സ്വന്തമായിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം. ഓക്കെ, സോ ഈ 1 കോടി രൂപ വലിയ തുകയല്ലേ? ആദ്യമായിട്ട് കാണുന്നല്ലേ ഇങ്ങനെ ഇൻ ക്യാഷ് 1 കോടി? പ്ലീസ് വരൂ, മുന്നോട്ട് വരൂ, അത് ആസ്വദിക്കൂ കുറച്ച് സമയം. ഇറ്റ് ഈസ് യോർസ്. നിങ്ങളുടേതാണത്. പ്രൈസ് മണി സ്പോൺസർഡ് ബൈ ധാത്രി. ഓക്കെ, ഈ 1 കോടി രൂപ നിങ്ങളുടെ സ്വന്തമാണ്. അത് മനസ്സിൽ ശരിക്കും ഉൾക്കൊണ്ടിട്ട് തന്നെ വേണം നമ്മുടെ 7 ചോദ്യങ്ങൾ നേരിടാൻ. നോക്കാം. ഓക്കെ, സോ ലെറ്റ് us play വിവൽ കയ്യിൽ 1 കോടി. Are you ready? ഓരോ ചോദ്യങ്ങൾക്കും എത്ര കാറ്റഗറീസാ? ഈ 2 കാറ്റഗറീസ്. നോക്കാം കാറ്റഗറീസ് എന്താണെന്ന്. ഓക്കെ, കാറ്റഗറീസ് ഫോർ യുവർ ക്വസ്റ്റ്യൻ നമ്പർ 1. കേന്ദ്രം, ഭൂമിശാസ്ത്രം. കേന്ദ്രം. ഓക്കെ, കേന്ദ്രമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ്: തേങ്ങ, ഉപ്പ്, ഏലം, കുരുമുളക്. ചോദ്യം: 1950കളിൽ പന്നിയൂരിൽ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു. ഇവയിൽ എന്തിനു വേണ്ടിയായിരുന്നു ഇത്? ആൻസർ ഓപ്ഷൻസ്: തേങ്ങ, ഉപ്പ്, ഏലം, കുരുമുളക്. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. സെക്കൻഡ് ഉണ്ട്. വേഗം വെച്ചോളൂ. 30 seconds remaining.
20 സെക്കൻഡ് ഉണ്ട്. Ten, 8, 6. സമയം അവസാനിച്ചു. തേങ്ങയിൽ 10 ലക്ഷം, ഉപ്പിൽ ഒന്നുമില്ല. ഏലം 38 ലക്ഷം, കുരുമുളക് 52 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. നോക്കാം, നിങ്ങളുടെ ആദ്യത്തെ ചോദ്യമല്ലേ ഇത്. പ്ലീസ് മുന്നോട്ട് വരൂ. കുരുമുളകിലാണ് ഏറ്റവും വലിയ തുക, 52 lakhs. ഏലത്തിൽ 38 ലക്ഷം രൂപ. തേങ്ങ 10 ലക്ഷം രൂപ. ഉപ്പിൽ ഒന്നുമില്ല. ഓക്കെ, നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ആ, 48 ലക്ഷം രൂപ പോയി. വലിയ തുകയായിരുന്നു രണ്ടും. ചേർത്താൽ വളരെ വലിയ തുക. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് 1 crore പോയി. കുരുമുളകായിരിക്കും വിശ്വാസം. നോക്കാം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? കുരുമുളകാണ് ശരിയായ ഉത്തരം. തേങ്ങയെന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലെ, എനിക്ക് തോന്നി അവസാനം. ഡിസ്കസ് ചെയ്തു. 52 lakhs ആണ് കയ്യിലുള്ളത്. ഓക്കെ, ചേട്ടന്റെ ഫോട്ടോഗ്രാഫി ഒരു ഇഷ്ടം, ഒരു ഇൻട്രസ്റ്റ് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്? ചെറുപ്പത്തിൽ തുടങ്ങിയാണോ?